പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിമനോഹരമായ ഒരു സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ്. ഇത് മറ്റെങ്ങുമല്ല, നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ IHRD സ്കൂളിൻ്റെ ഒരു സിന്തറ്റിക് സ്റ്റേഡിയമാണ്. 2014 കേരളത്തിലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് ഉദ്ഘാടനം ചെയ്ത അതിമനോഹരമായ ഒരു സിന്തറ്റിക് സ്റ്റേഡിയമാണ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണുക. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആറാട്ടേറയിലുള്ള IHRD സ്കൂൾ ഓഫ് അപ്ലൈഡ് സയൻസ് IHRD കോളേജാണ്. ഇവിടുന്ന് ഇതാണ് കോളേജിൻ്റെ പ്രധാന എൻട്രൻസ്. ഈ എൻട്രൻസ് വഴി നേരെ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് ഈ ഒരു പ്രദേശം, ഇവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ എൻട്രൻസ് അവർക്ക് വേറൊരു വഴിയാണ്. ആ പ്രദേശം മുഴുവൻ കാട് പിടിച്ച് നശിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേന് അവരുടെ വീട്ടിൽ പാമ്പ് ശല്യം മൂലം അവർ തന്നെയാണ് ഈ പരിസരത്ത് കുറച്ച് മരുന്നൊക്കെ അടിച്ച് ഈ ചെടികളൊക്കെ മാടി നിൽക്കുന്നുണ്ട്. ഇതൊരു കാട്ടുപയറാണ്. അപ്പം നമ്മൾ ഇതിലേ അങ്ങ് നടക്കുകയാണ്. ഇപ്പം നിങ്ങളെ ഈ ഒരു കാഴ്ച മുഴുവൻ കാണണം. നമ്മുടെ ഓരോ സ്കൂളിൻ്റെയും ഗ്രൗണ്ടിൻ്റെ ഒക്കെ അവസ്ഥയാണ്. ഓരോ സ്കൂളിലും കുട്ടികൾ ഗ്രൗണ്ട് ഇല്ലാതെ, നമുക്കറിയാം ഈ അടുത്തിടയിലെ വെട്ടത്തോല സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലെന്നും പറഞ്ഞ് അവർക്കൊരു വലിയ പ്രശ്നമാണ്. അപ്പം നമുക്ക് അതിമനോഹരമായ ഗ്രൗണ്ടും ഇഷ്ടം പോലെ സ്ഥലമുള്ള കോളേജിൻ്റെയൊക്കെ അവസ്ഥയാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളിതൊന്ന് കാണുക. ഇതിലെ ഇറങ്ങിപ്പോകാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം നമുക്ക് അരയറ്റമോളം ഈ കാട്ടുപയറുണ്ട്. ഇതിൻ്റെ അകത്ത് പാമ്പും മറ്റുള്ള ആ ഒരു വീട്ടുകാരനോട് പറഞ്ഞു 2 പ്രാവശ്യം അവരുടെ വീട്ടിലേക്ക് മൂർക്കം പാമ്പൊക്കെ കയറി വന്നെന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ ഇതിൽ ഇറങ്ങുന്നത് ഞാൻ വളരെയേറെ സൂക്ഷിച്ച് തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് കാല് ചവിട്ടുമ്പോൾ അറിയാം ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നതും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ജീവികളുണ്ട്. അങ്ങനെ നമ്മുടെ പുതുപ്പള്ളിയിൽ അതിമനോഹരമായ ഒരു ഗ്രൗണ്ടിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ഇറങ്ങാൻ ഒരുപാട് പാടുപെടുന്നു. ഇനിയുള്ള കാഴ്ച നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. കാരണം ഒരു 10 വർഷത്തിന് മുമ്പ് 2014 ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു സിന്തറ്റിക് സ്റ്റേഡിയമാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഏറെക്കുറെ 2.5 കോടി രൂപ അടുത്ത് ഏറെക്കുറെ വരും. കാരണം 10-30 ലക്ഷം രൂപയും മോളി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവെല്ലാം കൂടെ. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞത്. 2.5 കോടി രൂപയുടെ അടുത്തുള്ള ഒരു നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അപ്പം നമ്മൾ ഈ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ തന്നെ പാടാണ്. നിങ്ങൾ കണ്ടല്ലോ ഉപ്പനൊക്കെ പറന്നു പോകുന്നു. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഇഴജന്തുക്കളും ഉപ്പൻ്റെ കൂടും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വിധത്തിലാണ് ഞാൻ ഇതിൻ്റെ താഴെവശം വരെയെങ്കിലും എത്തുന്നത്. പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ പല സ്കൂളുകളിലും പല വേദിയിലും പ്രസംഗിക്കുന്നതെല്ലാം നിങ്ങൾ കേട്ട് കാണും. പുതുപ്പള്ളിയെ ഒരു സ്പോർട്സിൻ്റെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേനും അല്ലെങ്കിൽ കേൾക്കുമ്പോഴത്തേനൊക്കെ ചിരി വരും. കാരണം നമ്മുടെ പുതുപ്പള്ളിയിലുള്ള ഒരുപാട് ഗ്രൗണ്ടുകൾ ഇതുപോലെ നശിക്കപ്പെട്ട്, അതുപോലെ ലക്ഷങ്ങൾ, 2.5 കോടി രൂപ അടുത്ത് വില വരുന്ന നിർമ്മാണ ചെലവുള്ള സിന്തറ്റിക് സ്റ്റേഡിയങ്ങൾ വരെ പുതിയത് പണിത് കൊടുത്തിട്ട് നശിപ്പിച്ച് കിടക്കുന്ന സ്ഥലത്ത് അതൊന്നും സംരക്ഷിക്കാൻ പോലും പറ്റാതെ പുതിയത് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോഴത്തേന് നമുക്ക് ചിരി വരും. അതെങ്ങനെ ചിരിക്കാതിരിക്കും? നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ. 5 വർഷമായിട്ട് അത് നശിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ എടുത്ത പുതിയ തീരുമാനം എന്ന് പറഞ്ഞാൽ മണ്ണ് അതിൻ്റെ അകത്ത് തന്നെ നികത്താനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഇനി അത് മാറ്റി വരുമ്പോഴത്തേന് എത്രയോ നാളുകൾ എടുക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇത്. എനിക്ക് തോന്നുന്നത് 2-3 ഏക്കർ സ്ഥലത്തോളം ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ അകത്തെ ഗ്രൗണ്ട് മുഴുവൻ കാട്ടുപയർ വന്ന് മൂടി ഈ പ്രദേശത്തേക്ക് ഒരു കുട്ടികൾക്ക് പോലും ഇറങ്ങാൻ, ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അതിനോട് ചേർന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിന്തറ്റിക് സ്റ്റേഡിയം. പുതിയത് നിർമ്മിച്ച അതിമനോഹരമായ ഒരു സിന്തറ്റിക് സ്റ്റേഡിയമാണ്. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് നിങ്ങളെ ഞെട്ടിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇത് കണ്ടപ്പോഴത്തേനെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പം നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് കടക്കുകയാണ്. ഉണ്ടോ?
ഈ കോർട്ട് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വാതിലാണ്. അപ്പം ആ വാതിലിൻ്റെ അവിടെ തന്നെ ഫലകം വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണുക, ഇതൊന്ന് വായിക്കുക. അയ്യച്ചാടി ഉണ്ടോ, ഉമ്മൻചാണ്ടി സാറ് ഉദ്ഘാടനം ചെയ്ത 2014 ഉണ്ടോ, 22/10/2014 ഉദ്ഘാടനം ചെയ്ത സിന്തറ്റിക് സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയിലെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ കോർട്ടിൻ്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയോടൊപ്പം അന്നത്തെ സ്പോർട്സ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ കോട്ടയം MLA. അതോടൊപ്പം തന്നെ ശ്രീ ജോസ് കെ മാണി MPയും ഈ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് മുകളിൽ കാണുന്നതാണ് സിന്തറ്റിക് കോർട്ട്. അതേ അവസ്ഥയിൽ തന്നെ നിർമ്മിച്ച കോർട്ടിൻ്റെ അവസ്ഥയാണ്. ഇപ്പം സിന്തറ്റിക്കും ഇല്ല, പുല്ല് മാത്രം ആയിട്ട് നിൽക്കുകയാണ്. കണ്ടല്ലോ, ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ നെറ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി, അതുപോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചെറിയ ഇരിപ്പിടങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അവിടെയൊക്കെ ഇപ്പം പെരുമ്പാമ്പ് കാണുമെന്നാണ് തോന്നുന്നത്. മൊത്തം കാട് കയറി കണ്ടോ. ഇതാണ് ഏറെക്കുറെ 35 അല്ലെങ്കിൽ 30-50 ലക്ഷം രൂപ അടുത്തോളം നിർമ്മിച്ച ഒരു സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ്. ഇതൊന്നും സംരക്ഷിക്കപ്പെടാനോ അതിനൊന്നും ആർക്കും നേരെയില്ല. വീണ്ടും വീണ്ടും പുതിയത് പണിയുക, കോടികൾ ചെലവാക്കുക. നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് പണിതിരിക്കുന്നതാണെന്ന് ഓർക്കുമ്പോഴത്തേന് വളരെ കഷ്ടമുണ്ട്. സർക്കാരിൻ്റെ ഫണ്ടല്ലേ, ഇതുപോലെയാണ് ഓരോ സ്ഥലത്തും സർക്കാരിൻ്റെ ഫണ്ടുകൾ നമ്മൾ പറയുമ്പോൾ പറയും സർക്കാരിൻ്റെ അല്ലേ എന്ന് പറയും. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള ദുരിതങ്ങൾ വരുന്നത്. അതുപോലെ നമുക്കറിയാം സ്വകാര്യ സ്കൂളിൻ്റെയും ഒക്കെ ഗ്രൗണ്ടുകളും കോർട്ടുകളും, അതുപോലെ ഇപ്പം പുതുപ്പള്ളിയിലൊക്കെ ആണെങ്കിലും, പുതുപ്പള്ളിയല്ല കോട്ടയത്തൊക്കെ പലയിടത്തും ഫുട്ബോൾ ടർഫുകളൊക്കെ ഉണ്ട്. അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെയാണ്. അവരൊക്കെ എന്ത് നീറ്റായിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത് അറിയോ. അതുകൊണ്ട് നമ്മുടെ ഈ സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിലൊന്നും ഒരു ഇതും കൊടുത്തിട്ടും കാര്യമില്ല. അതൊന്നും സംരക്ഷിക്കാനും അധികാരികളില്ല. ഇതൊക്കെ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അവരൊക്കെ അനുവദിക്കുക, പൈസ മേടിക്കുന്നുണ്ടോ. നിങ്ങളതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ ഇതിനുള്ള മറുപടി നിങ്ങൾ തന്നെ പറയുക. കാരണം ഞാൻ വീഡിയോകളും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇടുമ്പോഴത്തേന് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ ന്യായീകരണ കമ്മിറ്റിക്കാർ വരും. അതാണ് സഹിക്കാൻ മേലാത്തത്. അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക. നമ്മൾ ഇതൊക്കെ പൊതുജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വേണ്ടപ്പെട്ട അധികാരികൾ കാണേണ്ടതാണ്. Yeah.